ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കഴിവാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാമായി ഇരിക്കാൻ കഴിയുക, വളരെ ശാന്തമായി തന്നെ ജീവിതത്തെ തുടരാൻ കഴിയുക എന്ന് പറയുന്നത് മാസ്റ്ററിയാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ എല്ലാം ജീവിതത്തില് മറ്റുള്ളവർക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരായിരിക്കും നമ്മുടെ ഇമോഷൻസിനെയും മൂഡിനെയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പ്രവൃത്തിയും മറ്റുള്ളവരുടെ പെരുമാറ്റവും ഒക്കെ നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സെൽഫ് കൺട്രോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങണം. കാരണം മറ്റൊരു വ്യക്തി നിങ്ങളുടെ ചിന്താരീതികളെ, നിങ്ങളുടെ വികാരങ്ങളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെന്റൽ ഹെൽത്ത് അത് ഇല്ലാണ്ടായി പോകും. നിങ്ങളുടെ ഇന്റലിജൻസിന് മേലെ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു സ്ഥാനം വരും. പിന്നെ വികാരത്തിന് അടിമപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. വികാരങ്ങളുടെ അടിമയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് മേലെ സ്വയം ഞാനാണ് അതിജീവിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ ഞാനാണ് ഡിഫൈൻ ചെയ്യുന്നത്, എന്റെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തീരുമാനം എടുക്കുന്നത് ഞാനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ഇതിനെയെല്ലാം ഡിഫൈൻ ചെയ്യുന്നതും റൂൾ ചെയ്യുന്നതും മറ്റുള്ള വ്യക്തികളായിരിക്കും. മറ്റുള്ള വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് ആയിക്കൊള്ളട്ടെ, മെന്റൽ ഹെൽത്ത് ആയിക്കൊള്ളട്ടെ, ഇതൊന്നും മറ്റുള്ളവരുടെ പ്രവൃത്തിയും പെരുമാറ്റവും അവരെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് കാട്ടിക്കൂട്ടുന്നത്, ഇതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.